ഇടുക്കിയിലെ രാമക്കൽ മേടിന് ഈ പേര് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? ഇത് രാമന്റെ കല്ലുള്ള പ്രദേശം അല്ലെങ്കിൽ രാമൻ കാലുകുത്തിയ പ്രദേശം എന്നറിയപ്പെടുന്നു. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. സീതാന്വേഷണത്തിനായി പോകുമ്പോൾ ശ്രീരാമൻ ഈ സ്ഥലത്ത് കാലുകുത്തിയെന്നും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയതെന്നുമാണ് വിശ്വാസം. രാമൻ, ലക്ഷ്മണൻ എന്നിവർ സീതയെ തിരക്കി പോകുമ്പോൾ രാമൻ ഈ സ്ഥലത്തിറങ്ങിയെന്നും അതല്ല, വനവാസകാലത്ത് സീതാന്വേഷണത്തിനായി എത്തിയപ്പോൾ രാമനും സീതയും ഇവിടെ വിശ്രമിച്ചെന്നും രണ്ട് തരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. രാമക്കൽ മേട്ടിലെ പാറപ്പുറത്ത് ഒരു വലിയ കാൽപാദത്തിന്റെ അടയാളം കാണാം. കൂടാതെ കുറവനും കുറത്തിയും തമ്മിലുള്ള പ്രതിമകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഇത് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. കുറവൻ കുറത്തി പ്രതിമയുടെ ചരിത്രമറിയാമോ? ഒരിക്കൽ നിഷാദ രാജകുമാരനായ കുറവൻ പ്രാണസഖിയായ കുറത്തിയുമെടുത്ത് പെരിയാറിന്റെ തീരങ്ങളിൽ വിഹരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പെരിയാറിന്റെ വിശാലമായ ജലപ്പരപ്പിൽ ചലനങ്ങൾ സൃഷ്ടിച്ച് രണ്ട് സുന്ദര രൂപങ്ങൾ നീന്തി കുളിക്കുന്നത് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അവരുടെ ആകാര സൗഷ്ഠവത്തിൽ ആകൃഷ്ടരായ കുറവനും കുറത്തിയും മിഴിച്ചു നിന്നു. ഒരാൾ പുരുഷനും മറ്റേയാൾ സ്ത്രീയുമാണ്. ഈ വനാന്തരത്തിൽ ഈ തീർത്ഥജനങ്ങളിൽ നീരാടാനിറങ്ങിയ ഇവർ ദേവഗണങ്ങൾ തന്നെ. തങ്ങളുടെ സൗര്യവിഹാരത്തിനു ഭംഗം നേരിട്ടതറിഞ്ഞ് ദേവൻ ഉഗ്രകോപത്തോടെ കുറവനെയും കുറത്തിയെയും നോക്കി കൈകൾ ഉയർത്തി അവരെ ശപിച്ചു. നിങ്ങൾ പാറകളായി അകന്നു മാറി കഴിയട്ടെ. പാവം കുറവനും കുറത്തിയും ദയയ്ക്കായി കേണപേക്ഷിച്ചു. പക്ഷെ അവർ പാറകളായി മാറിക്കഴിഞ്ഞിരുന്നു. പെരിയാർ അവർക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഒഴുകി തുടങ്ങി. തുടർന്ന് കലിയുഗത്തിൽ മനുഷ്യർ നിങ്ങളെ ബന്ധിപ്പിക്കുമെന്ന ശാപമോക്ഷവും നൽകി ദേവതകൾ അപ്രത്യക്ഷരായി. ശിവനും പാർവതിയുമായിരുന്നു അത്. അതോടെയാണ് രണ്ടു പാറകൾ പെരിയാറിനെ തൊട്ടുരുമ്മി നിൽക്കാൻ തുടങ്ങിയത്. കുറവൻ പാറയും കുറത്തിപ്പാറയും. ഇവിടമാണ് ഇടുക്കി. ഇവിടുത്തെ ഓരോ പാറയ്ക്കും ഇത്തരം ശാപമോക്ഷത്തിന്റെ കഥകളുണ്ടാകാം. രാമക്കൽമേട് മലനിരകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ തമിഴ്നാടിന്റെ സൗന്ദര്യവും കൃഷിയിടങ്ങളും, കൂടാതെ 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ മലമുകളിലുള്ള കാറ്റാടിപ്പാടങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ മണിക്കൂറിൽ ശരാശരി 33 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട്. ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെയാകും. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിന്റെ കേരളത്തിലെ 2ാമത്തെ സ്ഥലമാണിത്.